ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ബൈവേരിയഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന കോൺസെപ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയാലോ. അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൈവേരിയഡ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഓൾറെഡി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഏത് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തന്നിട്ടുണ്ട്, എവിടെയാണ് അവസാനിക്കേണ്ടത് എന്ന് തന്നിട്ടില്ല. ഇനി ചില കേസുകളിൽ നമുക്ക് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നും തരില്ല, എവിടെയാണ് അവസാനിക്കേണ്ടത് എന്നും തരില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു സെറ്റ് ഓഫ് പെയർസ് മാത്രം തന്നിട്ട് നമ്മളോട് പറയും ബൈവേരിയഡ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ പേരുകളും XY ഫോർമാറ്റിലാണ്. അതായത് ഇപ്പൊ ആദ്യത്തെ ആള് ഞാൻ എടുത്തു കഴിഞ്ഞാൽ 42 50 ആണ്. സോ ഇവിടെ X എന്ന് പറഞ്ഞാൽ ആരാണ്? 42 ആണ്. Y എന്ന് പറഞ്ഞാൽ 50 ആണ് Yന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് എവിടെയാ തുടങ്ങേണ്ടത് എന്ന് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സിന് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കണം എക്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 0 10 സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ 5 എന്ത് വരുള്ളൂ, ഇതിനകത്ത് വരുള്ളൂ. ഇനി നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഏറ്റവും വലിയ വാല്യൂ, എക്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. എക്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 53 ആണ് വരുന്നത്. സോ ഇവിടെ എക്സിന്റെ വലിയ വാല്യൂ 53 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ലാസ്റ്റ് ക്ലാസ് എവിടെ അവസാനിക്കണം? 50 60. 53 എങ്ങനെയാ വരാം? 50 60 റേഞ്ചിലാണ് 53 വരുന്നുണ്ടായിരിക്കുക. എക്സിന്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി വൈന്റെ കേസിലേക്ക് വരാം. വൈന്റെ കേസിലേക്ക് വരുമ്പോൾ വൈക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 10 ആണ് വരുന്നത്. സോ വൈക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ വൈന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? വൈന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 ആയിരിക്കും വൈന്റെ ക്ലാസ് എന്ന് പറയുന്നത്. എന്താണ്? 10-20 ആണ് വൈന്റെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് 10-20 സ്റ്റാർട്ട് ചെയ്യണം എന്ന് മനസ്സിലായി. ഇനി ഏറ്റവും വലിയ വാല്യൂ എവിടെയാണ് വരുന്നത്? y is equal to ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 50 ആണ് ഏറ്റവും വലിയ വാല്യൂ വരുന്നത്. സോ 50 ഏത് ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ആവുക? അത് 50 60 എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ്സുകളാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോവർ ലിമിറ്റ് ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡഡ്, അപ്പർ ലിമിറ്റ് അല്ല. അതായത് 40 50 50 എന്നുള്ള ആള് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുക. 40 50 എന്ന ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? 40 മുതൽ 49 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അത് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. സോ എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് കിട്ടി, എവിടെയാണ് അവസാനിക്കേണ്ടതെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒരു ടേബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. എക്സിന്റെ എല്ലാ വാല്യൂസിനും ഞാൻ കോളം ഹെഡിങ്സ് ആയിട്ടും വൈന്റെ വാല്യൂസിനെ ഞാൻ ഇതുപോലെ റോ എന്ന ഹെഡിങ്സ് ആയിട്ടും കൊടുത്തു. ഇനി ഇതാ 0-10 സ്റ്റാർട്ട് ചെയ്തു 50 60, വൈയിലാണെങ്കിൽ 10-20 സ്റ്റാർട്ട് ചെയ്ത് 50 60 വരെ, അവസാനം എന്താ ടോട്ടൽ എന്നും കൂടെ കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ ടേബിള് സെറ്റാണ്. ഇനി ഇതിലേക്ക് വാല്യൂസ് എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആളെടുത്തു, ആരാണ്? 42 50 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 42 ആണ്. വൈന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇതാ ഇവിടെയാണ് നമ്മൾ 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് 32 38. അപ്പൊ ഇതാ 32 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, 38 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. സോ ഇതാ ഇവിടെയാണ് നമ്മൾ അടുത്തയാളെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ 30 35. അപ്പൊ എന്ത് വരും? 30 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിലാണ്, 35 എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിലാണ്. സോ ഇവിടെ 35 എന്ന് നമുക്ക് വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ 28 30 നോക്കുകയാണെങ്കിലും അപ്പൊ നമുക്ക് ഇതാ 28 ഇവിടെ വരും, 30 ഈ ഒരു ക്ലാസ്സിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എത്രയാണ് വരുന്നത്? 40 41 ആണ്. അപ്പൊ 40 41 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെയാണ് 40, ഇവിടെയാണ് 41 വരുന്നത്. സോ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എത്ര? 37 45. അപ്പൊ എന്ത് വരും? ഇവിടെയാണ് 37, ഇവിടെയാണ് നമുക്ക് 45 വരുന്നത്. സോ ഇവിടെയാണ് നമ്മൾ അടുത്ത ആൾ മാർക്ക് ചെയ്യുന്നത്. അടുത്തെന്ത് വരും? 53 41 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 53, ഇവിടെ നമ്മളുടെ 41. സോ ഇതാ ഇവിടെ നമ്മൾ അടുത്തത് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് 12 18 ആണ് അല്ലെ. അപ്പൊ ഇതാ 12 ഇവിടെ വന്നു, 18 ഈ ഒരു ക്ലാസ്സിലാണ്. ഇതാ ഇവിടെ 12, ഇവിടെ 18. അപ്പൊ ഇതാ ഇവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് 18 24 ആണ്. അപ്പൊ ഇവിടെ ഇതാ 18 ഇവിടെ വന്നു, 24 ഈ ഒരു ക്ലാസ്സിലാണ്. അവിടെ നമ്മൾ അടുത്ത മാർക്ക് ചെയ്തു. അടുത്ത എന്താ? 27 31 ആണ്. അപ്പൊ ഇവിടെ നമ്മളെ 27, ഇവിടെ നമ്മളെ 31. സോ നെക്സ്റ്റ് ആളെ മാർക്ക് ചെയ്തു. 2 റോകൾ കഴിഞ്ഞു. ഇനി അടുത്തയിലേക്ക് വരുമ്പോൾ 35 38 ആണ്. അപ്പോ 35 38 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. സോ യെസ് 38 മാർക്ക് ചെയ്തു. അടുത്ത എന്താ? 42 50 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 42 ഇവിടെ വന്നു, 50 ഇവിടെ വന്നു. അപ്പൊ നമ്മൾ അടുത്ത ആളെ മാർക്ക് ചെയ്തു. ഇനി എന്താണ്? 15 20 ആണ്. അപ്പോൾ ഇവിടെയാണ് 15 വരുന്നത്, ഇവിടെയാണ് നമ്മൾ 20 വരുന്നത്. സോ അടുത്ത ആളെ മാർക്ക് ചെയ്തു.
നെക്സ്റ്റ് 32 42. അപ്പൊ എന്താണ് ഇവിടെ 32, ഇവിടെ നമ്മളുടെ ഈ 42. സോ നെക്സ്റ്റ് ഇവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ് 21 28. അപ്പൊ അതാ 21 ഇവിടെ ഉണ്ട്, 28 ഇവിടെ ഉണ്ട്. അടുത്ത സെറ്റിന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 32 46 ആണ്. അപ്പൊ ഇവിടെ 32, ഇവിടെ എത്രയാണ് 46 വന്നു. ഇവിടെ 3 ആൾക്കാരായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 5 10. അപ്പൊ എവിടെയാണ് അതാ ഫസ്റ്റ് 5 10. ഇവിടെയാണ് നമ്മളുടെ ആ ഒരു പെയർ വരുന്നത്. നെക്സ്റ്റ് 10 21. അപ്പൊ എന്താണ് ഇവിടെ 10, ഇവിടെ 21. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് 13 21. അപ്പൊ എന്താണ് ഇവിടെ 13, ഇവിടെ 21. നെക്സ്റ്റ് 39 42. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയാണ് ഇവിടെ 39, ഇവിടെ നമ്മളുടെ 42. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാം ഇങ്ങനെ നമ്മൾ ടാലി മാർക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾ ആദ്യം എക്സാമിന് ചെയ്യുമ്പോൾ പെൻസിൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ പെണ്ണുകൊണ്ടൊന്ന് ഫെയർ ആക്കുക. അപ്പൊ നമ്മൾ ഇവിടെ 1 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ 1 എന്ന് കൊടുക്കാം. ആൻഡ് ഇവിടെ എന്താണ് ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് 4 വരുന്നുണ്ട്, ഇവിടെ 1 വരുന്നുണ്ട്. സോ ഇവിടെ 4, ഇവിടെ 1. നെക്സ്റ്റ് എന്താണ് 2ഉം 3ഉം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 2 3 2 3. നെക്സ്റ്റ് എന്താണ് 4 1 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 1 1 4 1 1. ലാസ്റ്റ് എന്താണ് ഇവിടെ ഒരു 2ഉം കൂടെ ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു 2ഉം കൂടെ ഉണ്ട്. ഇനി ഇതിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓരോ റോയിന്റെയും ടോട്ടൽ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആദ്യത്തെ റോയിന്റെ ടോട്ടൽ എന്താണ് 1 + 1 2 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 2 കിട്ടി. ഇനി 4 + 1 എന്താണ് 5 ആണ് വരുന്നത്. ഇവിടെയും 2 + 3 എന്താണ് 5 ആണ് വരുന്നത്. നെക്സ്റ്റ് 4 + 1 + 1 അപ്പൊ എന്താണ് 6 ആണ് വരുന്നത്. ലാസ്റ്റ് ഇവിടെ എന്താണ് 2 ആണെന്ന് കിട്ടും. ഇനി ഇവരെല്ലാവരും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് നമുക്ക് 20 എന്നാണ് കിട്ടുന്നത്. അതേ വാല്യൂ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് ഈ ബൈവേരിയഡ് ഫ്രീക്വൻസി ടേബിൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയാണ് ഇവിടെ 1 ആണ് വരുന്നത്. ഇനി കോളംസിന്റെ ടോട്ടൽ ആണ് കാണുന്നത്. 4 + 1 എന്ന് പറഞ്ഞാൽ എന്താണ് 5 ആണ്. നെക്സ്റ്റ് 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 4 എന്ന് പറഞ്ഞാൽ 7 ആണ്. 1 + 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. ലാസ്റ്റ് എന്താണ് ഇവിടെ 1 എന്ന് വരും. സോ ഇവിടെ 10 18 20. സോ ഫൈനലി നമുക്ക് കിട്ടി. ഇവിടെ ഫൈനലി എന്താണ് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇനി നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ ഈ ഒരു പേരുകൾ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 20 ആൾക്കാരാണുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാ പേരുകളും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൈവേരിയഡ് ഫ്രീക്വൻസി ടേബിളിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.